Hello everyone, welcome back to our channel. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് സാരി ഉടുക്കാം എന്നാണ്. അപ്പോൾ എല്ലാവർക്കും സാരി ഉടുക്കാൻ ഇഷ്ടമായിരിക്കും അല്ലേ? പക്ഷേ പലരും സാരി ഉടുക്കാത്തതിന് കാരണം ഒന്നുകിൽ നമുക്ക് പ്ലീറ്റ് എടുക്കാൻ അറിയില്ല, അല്ലെങ്കിൽ അത് നന്നായിട്ട് ക്യാരി ചെയ്യാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഒരു ബിഗിനർ എന്ന രീതിയിൽ പ്ലീറ്റ് എടുക്കാം എന്നാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സാരിയാണ്. ഇതെൻ്റെ എൻഗേജ്മെൻറ്റ് സാരിയാണ്. അപ്പോൾ ഈ ഒരു സാരിയിൽ എങ്ങനെ നമുക്ക് പ്ലീറ്റ് എടുക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ നെഞ്ച് ഭാഗത്ത് ഏത് ബോർഡറാണോ വരുന്നത് അത് നോക്കി ജസ്റ്റ് നിങ്ങളൊന്ന് മടക്കിയെടുക്കുക. ആ ഒരു ബോർഡർ ഉള്ളിലോട്ട് വരുന്ന രീതിയിൽ മടക്കിയെടുക്കുക. അതിനുശേഷം നിങ്ങൾ എത്ര പ്ലീറ്റ്സ് വേണോ അത്രയും പ്ലീറ്റ്സ് നിങ്ങൾ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് പാടാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ അമ്മയോട് പറഞ്ഞിട്ട് നോക്കി പഠിക്കാവുന്നതേ ഉള്ളൂ. പ്രാക്ടീസ് ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. മാത്രമല്ല നിങ്ങൾ പ്ലീറ്റ്സ് എടുത്ത് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ എക്സ്ട്രാ തുണി ബാക്കി വരും. അപ്പോൾ അതിന് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ഉള്ളിലെടുക്കുന്ന പ്ലീറ്റ് ചെറിയ പ്ലീറ്റ്സ് എടുത്ത് മടക്കി കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പ്ലീറ്റ് മടക്കി വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ കാണുന്നത് പോലെ ജസ്റ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലീറ്റ്സ് എല്ലാം മടക്കി നന്നായിട്ട് കുടഞ്ഞെടുക്കുക. അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ആ പ്ലീറ്റ്സ് എടുത്തതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു പിന്ന് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് വെക്കുക. അപ്പോൾ പിന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, അത് അവിടെ തന്നെ ഇരുന്നോളും. ഇനി നമുക്ക് വേണ്ടത് ഒരു സ്ട്രെയിറ്റ്നറോ അല്ലെങ്കിൽ ഒരു അയൺ ബോക്സോ ആണ്. ഇപ്പോൾ ഞാൻ സ്ട്രെയിറ്റ്നറാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു നമ്മൾ ആദ്യം പിൻ ചെയ്ത ആ ഒരു ഭാഗം ഒരു ഗൈഡായിട്ട് എടുത്തിട്ട് ബാക്കി നമ്മുടെ പ്ലീറ്റ്സ് എല്ലാം ഇതുപോലെ നന്നായിട്ട് മടക്കി എടുക്കുക. ഞാൻ എന്തിനാണ് സ്ട്രെയിറ്റ്നർ എടുത്തതെന്ന് വെച്ചാൽ ഇപ്പോൾ ഏതെങ്കിലും പ്ലീറ്റ് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്നോളും. അപ്പോൾ ഞാൻ സ്ട്രെയിറ്റ്നർ ഏറ്റവും താഴത്തെ മോഡിലാണ് വെച്ചിരിക്കുന്നത്. ഹൈ മോഡിൽ വെച്ചിട്ട് സാരി ഒന്നും ഉരുക്കി കളയരുത്, അവസാനം അമ്മേരെ നടി കിട്ടും. അപ്പോൾ ഏറ്റവും ലോസ് മോഡിൽ വെച്ചിട്ട് വേണം സാരി അയൺ ചെയ്യാനായിട്ട്. അപ്പോൾ ഒത്തിരി ഒന്നും അങ്ങ് പ്രസ് ചെയ്ത് അയൺ ചെയ്യേണ്ട. അപ്പോൾ നിങ്ങൾക്ക് നല്ല സ്റ്റിഫായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അയൺ ബോക്സ് എടുത്തിട്ട് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ബിഗിനേഴ്സിന്, എന്നെ പോലുള്ള ബിഗിനേഴ്സിന് ടൈം കൺസ്യൂമിങ് ആണ്, ഒത്തിരി സമയം എടുക്കും ഇങ്ങനെ ചെയ്യാനായിട്ട്. പക്ഷേ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഇപ്പോൾ ബിഗിനേഴ്സിന് സാരി ഉടുക്കാൻ ഒട്ടും അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള മെത്തേഡാണിത്. ഞാനും അതുപോലൊരു ബിഗിനറാണ്, പ്രോ അല്ല. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ കാണാൻ പറ്റും, അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ നന്നായിട്ട് മടക്കി എടുത്ത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല സ്റ്റിഫായിട്ട് അത് അവിടെ ഇരുന്നോളും. ഇനിയും നല്ല സ്റ്റിഫാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു അയൺ ബോക്സ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഓരോ ഇത് മുന്താണി ചെയ്ത് ജസ്റ്റ് പിൻ ചെയ്ത് എത്ര നീളത്തിന് നിങ്ങൾക്ക് മുന്താണി വേണോ അത്രയും നീളത്തിന് നിങ്ങൾ ചെയ്തെടുക്കുക. അപ്പോൾ മുന്താണി നീളത്തിനെടുത്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒത്തിരി നീളത്തിനൊന്നും വേണ്ടല്ലോ. അപ്പോൾ നല്ല ഹൈറ്റ് തോന്നിക്കാനായിട്ട് മുട്ടിൻ്റെ താഴെ ഭാഗത്ത് വരെ നീളത്തിന് മുന്താണി എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് പിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഷോൾഡർ ഭാഗത്ത് ഒരു പിന്ന് നമ്മൾ സെക്യൂർ ചെയ്യുമല്ലോ, അതെവിടെയാണെന്ന് നോക്കിയിട്ട് ആ ഒരു ഭാഗത്ത് നമ്മളൊരു പിന്ന് വെച്ചിട്ട് സെക്യൂർ ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫ്രണ്ടിൽ, അതായത് നെഞ്ച് ഭാഗത്ത് വരുന്ന ആ ഒരു പ്ലീറ്റ്സ് ഒന്ന് അയൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് മുന്താണി ഒരു സ്ഥലത്തേക്ക് വെക്കുക. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പ്ലീറ്റ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യുക. അതിനുശേഷം ഒരു അയൺ ബോക്സ് എടുത്തിട്ട് അതൊന്ന് അയൺ ചെയ്യുക. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ചിലപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബോർഡർ കാണുന്നുണ്ടാവും അല്ലേ, നമ്മുടെ ഫസ്റ്റ് ബോർഡർ ചിലപ്പോൾ ചുളുങ്ങി മടങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ടാവും. അതൊക്കെ ജസ്റ്റ് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കണം, എങ്കിലേ ആ ഒരു സ്റ്റിഫായിട്ട് ഇരിക്കുകയുള്ളൂ. ചിലർ ഫസ്റ്റ് പ്ലേറ്റ് ഇങ്ങനെ മടക്കിയൊക്കെ വെക്കുന്നത് കാണാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് എങ്ങനെ വെക്കണം എന്നുള്ളത്. എനിക്ക് ഇങ്ങനെ ഇരിക്കുന്നതാണ് കുറച്ചുകൂടെ കാണാൻ ഭംഗിയായിട്ട് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ തലേന്ന് ഇങ്ങനെ പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് വെച്ചതിന് ശേഷം എന്തായാലും നാളെ രാവിലെയല്ലേ നമ്മൾ ഉടുക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മടക്കി വെക്കണമല്ലോ. അപ്പോൾ ഇതിൽ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് മടക്കി വെക്കുക. ചുളുക്കി മടക്കി കിട്ടുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് അയൺ ചെയ്യാൻ പാടായിരിക്കും. ഇതുപോലെ മടക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഒരിടത്ത് ഇരുന്നോളും. ഇതുപോലെ ജസ്റ്റ് 3-4 പ്രാവശ്യം മടക്കി ബോർഡേഴ്സ് എല്ലാം പ്ലീറ്റ്സ് എല്ലാം ഉള്ളിലാക്കി ജസ്റ്റ് ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ മടക്കി എടുത്ത് സേഫാക്കി വെക്കുക. നാളെ രാവിലെ എടുത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും
തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.